ഇത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള എയർ ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കയറി കണ്ടു നോക്കൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്കിത് വെച്ചിട്ടൊരു ക്യൂട്ട് ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ പോർഷൻ എടുക്കണം. എന്നിട്ട് അതിലേക്ക് വൈറ്റ് കളർ അടിച്ചു കൊടുക്കണം. നിങ്ങളുടെ കയ്യിലുള്ള പെയിൻറ്റ് ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അവസാനം പെയിൻ്റ് അടിക്കുന്നതിനേക്കാളും എത്രയും ബെറ്റർ കളേർഡ് ക്ലേ യൂസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ കളർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കളർ നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് നല്ല രീതിക്കൊന്ന് ഇത് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് ഒന്ന് പരത്തി കൊടുക്കുക. ഓവർ പരത്തണ്ട, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഇയേഴ്സ് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ഇയറിൻ്റെ ഷേപ്പ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി കണ്ണും മൂക്കും വായുവാണ് വേണ്ടത്. അതിന് ഇതേപോലെ ഞാൻ ബ്ലാക്ക് കളർ ചെയ്തിട്ടുള്ള ക്ലേ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കണ്ണിന് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്കൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ഫ്ലവേഴ്സ് റെഡിയാക്കി എടുക്കണം. അതിന് ആദ്യം വേണ്ട ഫ്ലവേഴ്സിൻ്റെ തണ്ടാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ലൈറ്റ് കളർ അടിച്ചിട്ടുള്ള ക്ലേ ഇതേപോലെ ഒന്ന് ചുരുട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓറഞ്ച് കളറുള്ള ക്ലേ ഇതേപോലെ ഒന്ന് വെച്ച് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതിൻ്റെ ഇതളുകൾ റെഡിയാക്കി എടുക്കണം. ഇതളുകൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കളർ എടുത്ത് ഇതേപോലെ ഒന്ന് ചെറിയ ബോൾസ് എടുത്തതിന് ശേഷം കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് പൂവിൻ്റെ ഇതളുകൾ നമുക്ക് ഉണ്ടാക്കാം. ഇതേപോലെ 3-4 ഇതളുകൾ ഉണ്ടാക്കി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വൈറ്റ് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിൽ വരുന്ന ഇതേപോലത്തെ പൂക്കൾ നമുക്ക് കിട്ടും. ഞാനിതൊരു 3 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പൂക്കളാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് പിങ്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കൈ വെച്ച് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ജസ്റ്റ് അത് പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കുക. ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പം നമുക്കത് ഇങ്ങനെ പരന്നിട്ടുള്ളത് കിട്ടും. ഇനി ഈ പച്ച തണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ചുറ്റിലൊന്ന് വെച്ച് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ചെറിയൊരു റോസാപ്പൂവിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. അടുത്തത് യെല്ലോ കളർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനും ഇതേപോലെ ചെറിയ ഒരു ബോൾ എടുത്ത് കൈ വെച്ചൊന്ന് പരത്തി ഒരു വാട്ടർ ഡ്രോപ്പിൻ്റെ ഷേപ്പിലേക്ക്, അതായത് ഒരു നീണ്ട പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പച്ച തണ്ടിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒരു 3-4 ഇതൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പൂ കിട്ടും. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ മണ്ടയ്ക്കോട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൂക്കൾ എടുക്കുക, അതിൻ്റെ തലയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അറേഞ്ച് ചെയ്യാം. ഞാൻ ഇവിടെ അറഞ്ചും പുറഞ്ചും ഒക്കെ പൂക്കൾ വെക്കുന്നുണ്ടായിരുന്നു. തികയാത്ത പൂക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സംഭവം സൂപ്പർ ക്യൂട്ടായിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഇത്തിരി ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്